പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകും. പറഞ്ഞാൽ വിശ്വസിക്കാനാകാത്തൊരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുന്ന ഈ നിമിഷം നമുക്ക് വലതുകരം ഉയർത്തി നമ്മെ വഴി നടത്തുന്ന ദൈവത്തിന് ഒരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ നമ്മെ ഓരോരുത്തരെയും കാത്തു സംരക്ഷിച്ചു. നമ്മെപ്പോലെ കഴിവുള്ളവരും ആരോഗ്യമുള്ളവരും ഇന്ന് സൂര്യോദയം കാണാതെ ഈ ഭൂമിയിൽ നിന്നും മൺമറഞ്ഞപ്പോൾ എന്നെയും നിന്നെയും കാത്ത ദൈവത്തിനെ ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്കൊരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തനായ ദൈവം, എല്ലാം നടത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട ദൈവം ഈ ഒരു നിമിഷം നമ്മോടൊപ്പമുണ്ട്. ആരാധനയ്ക്കും സ്തുതിക്കും യോഗ്യനായവൻ എന്നും നമ്മുടെ മധ്യയുണ്ട്. വലതുകരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞ് നന്മ നിറഞ്ഞ മനസ്സോടെ, നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ആ ദൈവത്തിന് നന്ദി പറയാം. സകല പുകഴ്ചയ്ക്കും ആരാധനയ്ക്കും യോഗ്യവനായവനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശു മഹത്വം. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നമ്മെ കാത്തു പരിപാലിച്ച, നമ്മെ വഴി നടത്തിയ ഒരു ദൈവം, നമ്മുടെ പാദങ്ങൾ കല്ലിൽ തട്ടാതെ നമ്മെ വഴി നടത്തിയ ദൈവം, പണമോ പ്രശസ്തിയോ അധികാരമോ ഒന്നുമല്ല നമ്മെ അനുദിനം നടത്തുന്നത്. കർത്താവായ ഈശോയുടെ വലിയ കൃപ, അവന്റെ കരുതൽ, ആ ദൈവത്തിന് ഒരു ഹല്ലേലൂയ നമുക്ക് പറയാം. വചനം ഇപ്രകാരം പറയുന്നു: നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് നമ്മെ ഓരോരുത്തരെയും അറിഞ്ഞ ദൈവം, തന്റെ കൈവെള്ളയിൽ നമ്മുടെ പേര് ആലേഖനം ചെയ്ത് നടക്കുന്ന ഒരു ദൈവം, നമ്മുടെ ഓരോ മുടിയിഴ കറക്കുന്നതും വെളുക്കുന്നതും അറിയുന്ന ദൈവം, ആ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ അവിടുന്ന് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് നൽകിയ നന്മകളെ ഓർത്ത് ഒരുപാട് വേദനിക്കുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ, കടബാധ്യതകളുടെ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെയൊക്കെ ശാന്തത നൽകിയ, അവിടെയൊക്കെ നമ്മെ കൈപിടിച്ച് നടത്തിയ ഒരു ദൈവം, ആ ദൈവത്തിന്റെ തിരുസന്നിധിയിലാണ് ഇന്ന് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനേ, വാനവും ഭൂമിയും ചമച്ചവനേ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനേ, വാനവും ഭൂമിയും ചമച്ചവനേ. മഹിമയിൻ പ്രഭുതാൻ, മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാൻ, മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥ യേശുനാഥ നീ എന്നാശ്രയം, യേശുനാഥ നീ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥ നീ ദൈവം, യേശുനാഥ നീ എന്നാശ്രയം.
നമ്മെ പേര് ചൊല്ലി വിളിച്ചൊരു ദൈവത്തിന്റെ മുന്നിൽ, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ഒരു ദൈവത്തിന്റെ മുന്നിൽ ഇന്ന് നാം ആയിരിക്കും. സകല സ്തുതികൾക്കും ആരാധനയ്ക്കും യോഗ്യനായവൻ, വേദനയിലൂടെയും കടബാധ്യതകളിലൂടെയും രോഗാവസ്ഥയിലൂടെയും കടന്നു പോകുന്ന നമ്മുടെ ജീവിതങ്ങൾ, കഷ്ടതയിലും ദൈവത്തിന് സ്തുതി പാടുന്ന ദൈവമക്കൾക്ക് എന്നും താങ്ങായി നിൽക്കുന്ന ദൈവം. വചനം ഇപ്രകാരം പറയുന്നു: കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ലോകം ഇന്ന് ഒരു വലിയ മഹാമാരിയുടെ കെടുതിയിലൂടെ കടന്നു പോകുന്ന അവസരം, ഒരുപാട് മക്കൾക്ക് ജോലി ഇല്ലാത്ത പോകുന്ന അവസ്ഥ. ഈ അവസ്ഥകളിലൊക്കെ ഇന്നും ദൈവം നമ്മെ കാത്തു പരിപാലിച്ച് ആ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ വചനം പറയുവാനും പ്രഘോഷിക്കുവാനും വചനം കേൾക്കുവാനും നമ്മെ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. വചനം പറയുന്നു, എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിനല്ല, പ്രത്യുത നിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മെക്കുറിച്ചൊക്കെ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്കനുസരിച്ച് അവിടുന്ന് നമ്മെ വഴി നടത്തും. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ക്ലിപ്പ് കാണാനിടയായി. അതില് 2 കൈകളില്ലാത്ത ഒരു കൊച്ചു പെൺകുട്ടി അവളുടെ ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നത് ഇപ്രകാരമാണ്: മറ്റുള്ളവർക്ക് എന്നിൽ എൻ്റെ കൈകളില്ല എന്നുള്ള കുറവ് തോന്നുന്നു എങ്കിലും എനിക്ക് അങ്ങനെ ഒരു ഫീൽ എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ദൈവം എനിക്ക് കൈകൾ തന്നിട്ടില്ലെങ്കിലും അതിലേറെ ഒരുപാട് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് അവസരങ്ങൾ ദൈവം ഒരുപാട് എനിക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. വീണ്ടും ആ കൊച്ചു പെൺകുഞ്ഞ് പറയുന്നത് പ്രകാരമാണ്: ദൈവം എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ എനിക്കായിട്ട് ദൈവം ഒരു സ്പേസ് ഈ ഭൂമിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രമാത്രം കോൺഫിഡന്റോട് കൂടിയാണ് ആ ഒരു കൊച്ചു പെൺകുട്ടി മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത്. ദൈവം എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ എനിക്ക് ദൈവം ഒരു സ്പേസ് എനിക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മയൊക്കെ ദൈവം ഈ ഭൂമിയിലെ നമ്മളെ ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ആയിരിക്കുവാനായിട്ട് ദൈവം നമ്മൾ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ അവൻ്റെ നാമം പ്രകീർത്തിക്കുവാനും അവന് വേണ്ടി വേല ചെയ്യുവാനും അവൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രചരിപ്പിക്കാനും നമുക്ക് ബാധ്യതയുണ്ട്. നാം ബാധ്യസ്ഥരാണ്. കാരണം നമുക്കൊക്കെ ഓരോ സ്പേസ് ദൈവം ഈ ഭൂമിയിൽ തന്നിട്ടുണ്ട്. ഞാനായിരിക്കുന്ന സ്ഥലത്ത് ഞാൻ മാത്രമേ ആയിരിക്കാൻ പാടുള്ളൂ. അത് ദൈവത്തിൻ്റെ ഒരു നിഷ്കർഷയാണ്. അവിടെ ഞാൻ മാത്രമേ ആയിരിക്കാൻ പാടുള്ളൂ. നമുക്കൊക്കെ ഓരോരുത്തർക്കും ദൈവം തന്നിട്ടുള്ള വിളി, പല വ്യക്തികൾക്കും പല രീതിയിലുള്ള വിളികളാണ് ദൈവം നൽകിയിട്ടുള്ളത്. ഞാൻ എന്തായിരിക്കുന്നുവോ, ഏത് അവസ്ഥയിലായിരിക്കുന്നുവോ ആ അവസ്ഥയിൽ ദൈവത്തിന് വേണ്ടി വേല ചെയ്യുവാൻ ദൈവം നമ്മെ വിളിക്കുക. നിനക്ക് ചിലപ്പോൾ പ്രസംഗിക്കുവാനുള്ള കഴിവായിരിക്കാം, വചനം പങ്കുവയ്ക്കാനുള്ള കഴിവായിരിക്കാം. ഇതൊന്നുമല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു ആശ്വാസവാക്ക് നൽകുവാൻ നിന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ അതായിരിക്കും ദൈവം നിന്നെ കൊണ്ട് ആഗ്രഹിക്കുന്നതും ദൈവത്തിൻ്റെ സുവിശേഷ വേലയിൽ നിന്നെ പങ്കാളികളാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതി ദൈവം പറയുന്നുണ്ട്. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിന് വേണ്ടിയാണ്, പ്രത്യുത നിനക്ക് ക്ഷേമകരമായ ഒരു ഭാവിക്ക് വേണ്ടിയാണ്. നമ്മെക്കുറിച്ചൊക്കെ ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് നാം ദൈവത്തോട് ചോദിച്ചറിയും. പലപ്പോഴും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പാതയിൽ നിന്ന് മാനുഷികമായ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ
സൗകര്യങ്ങളിലേക്കും നമ്മുടെ സന്തോഷങ്ങളിലേക്കും നമ്മുടേത് മാത്രമായ ഒരു ലോകത്തിലേക്കും നാം കടന്നു ചെല്ലുമ്പോൾ പലപ്പോഴും നമുക്ക് പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോൾ നമുക്ക് നിരാശയിലേക്ക് നാം തള്ളി വീഴുകയാണ്. മറ്റുള്ളവരെ കൂടി കാണുവാൻ, എൻ്റെ സഹോദരങ്ങളിലെ ഒരുവനെ നീ എന്തെങ്കിലും ചെയ്തു കൊടുത്തപ്പോൾ അതെനിക്ക് തന്നെയാണ് തന്നത് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ആ വചനം മറ്റുള്ളവർക്ക് കൂടി നമ്മുടെ ജീവിതം പങ്കുവെക്കുമ്പോൾ ആ പങ്കുവെക്കുന്നതിലൂടെയാണ് ദൈവത്തിൻ്റെ പദ്ധതി നാം വെളിപ്പെടുന്നതും. അതുവഴിയാണ് ദൈവത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രചരിപ്പിക്കുവാൻ ഞാനും നിങ്ങളും ഇടയായിത്തീരുന്നത്. ഈ ഒരു നിമിഷം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കും. അവിടുന്ന് നമുക്ക് നൽകിയ അനന്തമായ കൃപകളെ ഓർത്ത്, ലഭിക്കാതെ പോയ നഷ്ടങ്ങളെ ഓർത്ത് ദുഃഖിക്കാതെ ഇന്നേ വരെ ജീവിതത്തിൽ ദൈവം തന്ന വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും അതിനോടൊപ്പം നമുക്ക് ജീവിക്കാനും നമുക്ക് സാധിക്കുന്നു. നിരാശപ്പെടാൻ കാര്യം 10 ഉണ്ടെങ്കിലും ആനന്ദിക്കാൻ 1000. നമ്മുടെ ഒരു പാട്ടിൻ്റെ ഒരു ക്രിസ്തീയ ഭക്തിഗാനത്തിൻ്റെ ഇരടി നമ്മൾ ഇപ്രകാരമാണ് പറയുന്നത്: നിരാശപ്പെടാൻ കാര്യം 10 ഉണ്ടെങ്കിൽ ആനന്ദിക്കാനായിട്ട് 1000. അതാണ് നമ്മൾ പറയുന്നത്. ദൈവം നമുക്ക് തന്ന അനവധിയായ നന്മകളെ കാണാതെ പോവുകയും ലഭിക്കാതെ പോയ നന്മകൾക്ക് പിന്നാലെ വേദനിച്ച് നടക്കുകയും ചെയ്യുന്ന മനുഷ്യന്റെ സ്വാർത്ഥത നിറഞ്ഞ ഒരു ഹൃദയം, ആ ഹൃദയം മാറ്റി സരളമായൊരു ഹൃദയം ഞാൻ നിന്നിൽ വെച്ചുപിടിപ്പിക്കുമെന്ന് പറഞ്ഞ ഈശോയുടെ ആ വചനത്തെ പിന്തുടർന്നുകൊണ്ട് നമ്മുടെയൊക്കെ ഹൃദയങ്ങളെ, കല്ലായിരിക്കുന്ന ഹൃദയങ്ങളെ മാറ്റി സരളമായ ഹൃദയങ്ങളെ നമുക്കൊക്കെ ഉൾക്കൊണ്ടുപോകും. മറ്റുള്ളവർക്ക് ഈശോയെ പകർന്നു കൊടുക്കുന്ന മക്കളായി തീരുവാൻ, അവൻ്റെ സുവിശേഷം ലോകമെങ്ങും എത്തിക്കുന്ന മക്കളായി തീരുവാൻ, ഈ വലിയ പ്രതിസന്ധിയുടെ കാലത്തിലൂടെ കടന്നു പോകുമ്പോഴും നമ്മയൊക്കെ കാത്തു പരിപാലിക്കുന്ന, നമ്മുടെയൊക്കെ ജീവനെ കാത്തു പരിപാലിക്കുന്ന ആ വലിയ ദൈവത്തിനെ നമുക്ക് നന്ദിയോടെ സ്തുതി പാടാം. 57-ാം സങ്കീർത്തനം നാം ഇപ്രകാരം വായിക്കുന്നു: എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ. അങ്ങിലാണ് ഞാൻ അഭയം തേടുന്നത്. വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിന് പുതിയ കീർത്തനം ആലപിക്കുവിൻ. വിശുദ്ധരുടെ സമൂഹത്തിൽ അവിടത്തെ പാടിപ്പുകഴ്ത്തുവിൻ. ഇസ്രായേൽ തന്റെ സൃഷ്ടാവിൽ സന്തോഷിക്കട്ടെ. സിയോണിന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനേ, സ്തുത്യം തന്നാഥന്റെ കരവിരുത്. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനേ, സ്തുത്യം തന്നാഥന്റെ കരവിരുത്. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവം പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവം പുകഴ്ചയും യേശുവിന്. യേശുനാഥാ നീ ദൈവം, യേശുനാഥാ നീ എന്നാശ്രയം, യേശുനാഥാ നീ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ